ഫ്ലാഷ് ബാക്ക്. ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മുടെ റെസ്യൂമെയിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം 100% ഫ്രീ ആണ്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അധികം വൈകാതെ. ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാനൊരു സർട്ടിഫിക്കേഷൻ കോഴ്സുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരുന്നു, ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു, അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചു. സോ ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഫോറേജ് എന്നാണ്. ഇത് EY എന്ന് പറയുന്ന ബിഗ് 4 കമ്പനി ലീഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ പുതിയ പുതിയ സ്റ്റുഡൻസിനെ, അതിപ്പോൾ നിങ്ങൾ BCom ആയാലും ACC ആയാലും MBA ആണെങ്കിലും ഏതൊരു കൊമേഴ്സ് സെക്ടറിലുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനെ അവരെ ഫസ്റ്റ് ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഒരു ജോബ് സിമുലേഷൻ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, EY. സോ EYയിലുള്ള ഓരോരോ ജോബ്സിൻ്റെയും ജോബ് സിമുലേഷൻസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ജോബ്സും നമുക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സിമുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും അവരെന്താണ് EYയിൽ ആക്ച്വലി ചെയ്യുന്നത്. ഈ ഒരു റോളിൽ നമുക്ക് മാക്സിമം ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാക്കിയെടുക്കാനും ഇത് നമ്മളെ സഹായിക്കും. എത്രത്തോളം പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 100 മെമ്പേഴ്സ് അല്ലെങ്കിൽ 100 കാൻഡിഡേറ്റ്സ് ഒരു ഇൻ്റർവ്യൂവിന് പോവാണ്. അതിപ്പോൾ EYയിലായാലും ബിഗ് ഫോഴ്സിലായാലും ഏതൊരു കമ്പനി. അപ്പോൾ എല്ലാവരും 100 പേരിൽ 80 പേരും ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു ജോബ് സിമുലേഷനോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സസോ ഒന്നും ഇല്ലാതെ പോകുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുകൊണ്ടും എംപ്ലോയർ ചൂസ് ചെയ്യുക ബാക്കിയുള്ള 20 പേരെയാണ്, കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ. കാരണം അവർ പാസ്റ്റിൽ ഇതേപോലെ തന്നെ പഠിക്കാനുള്ള കഴിവുണ്ട്, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ടാലൻ്റ് ഉണ്ട് എന്നൊരു കാര്യം പ്രൂവ് ചെയ്തതാണ്. സോ അങ്ങനെ നമുക്കൊരു ജോബ് സിമുലേഷനിലൂടെ ഒരു ജോബ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കിട്ടാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോകാം. ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഫോറേജ് എന്നാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലും iPadലും ഒക്കെ ആക്സസ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ ഏതായാലും ഇവിടെ കമ്പ്യൂട്ടറിലാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ഫോറേജിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ജോബ് സിമുലേഷൻ്റെ ഓരോ ഡീറ്റെയിൽസും കരിയർ പാത്തും, അതേപോലെ തന്നെ നമുക്ക് ജോബിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലൂടെ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് പോവുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. ഞാൻ ഓൾറെഡി ഫാസ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ ആയിട്ടേ ഉള്ളൂ. ലെവൽ ടാസ്ക് 4 എത്തിയിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് ബാക്കി കോഴ്സുകളൊന്നും കാണിക്കാത്തത്. ബാക്കി കോഴ്സുകളൊക്കെ മുകളിലുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കുക. എല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ഇത് കണ്ടില്ലേ, നമുക്കിവിടെ 5 ടാസ്കുകളാണ് മിക്കവാറും എല്ലാത്തിലും വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ആകെ ഫാസ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. സോ 5ാമത്തെ ലെവലെത്തുമ്പോഴാണ് എനിക്കിതിൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ റെസ്യൂമെയിലും അതേപോലെ തന്നെ എക്സ്പീരിയൻസിലും കാര്യങ്ങളിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു വാല്യൂ ഉള്ളതാണ്, അല്ല നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല്ല. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വർക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ആവശ്യമുള്ള കാര്യങ്ങളും ടിപ്സൊക്കെ ഇവർ ബോണസായിട്ട് ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ട്. പിന്നെ നമ്മൾ EYയിൽ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ EYയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ ഈ ഒരു ഫോറേജിൽ നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്തായാലും നോട്ടീസ് ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ സ്റ്റാൻഡ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് ഉണ്ട്, പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, ലോ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, പിന്നെ എന്താ ക്ലയൻറ്റ് സർവീസ് ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ഉണ്ട്, അല്ലാതെ ബിസിനസ്സിൽ വേറെയും വർക്കുകളുണ്ടല്ലോ, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, കൊമേഴ്ഷ്യൽ ലോ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ ഇതൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ആവശ്യം, നിങ്ങൾ ഏതൊരു ജോബ് റോളിലേക്കാണ് എത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ കോഴ്സുകൾ ചെയ്യുക. അല്ലാതെ എല്ലാം കൂടി വലിച്ചു വാരി ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇനിയും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.